അവസ്ഥാന്തരങ്ങൾ. ഞാനിന്നൊരു മരണവീട്ടിൽ പോയി. പോകും വഴിയിൽ ചെറുചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പുതുമണ്ണിൻ ഗന്ധം നടവഴിയിൽ നിറഞ്ഞു നിന്നിരുന്നു. മുറ്റത്ത് അലങ്കാരം ഒട്ടുമില്ലാതെ ഒരു പായ വലിച്ചു കെട്ടിവെച്ചിട്ടുണ്ട്. അലക്ഷ്യമായി കുറച്ച് കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അല്ലെങ്കിലും അലങ്കാരങ്ങൾക്ക് മൂടി കൂട്ടുന്നതിനും മരണവീട്ടിലാരും മത്സരിക്കാറില്ലല്ലോ. ഓലമേഞ്ഞ വീടിൻ്റെ ഒരു മൂലയിൽ മഴയിൽ കുതിരുന്ന പ്രാവുകൾ കുറുകുന്നുണ്ടായിരുന്നു. മഷിയൊഴിഞ്ഞ പേനയുടെ അവശിഷ്ടങ്ങളും ചുരുട്ടിയെറിഞ്ഞ കടലാസ് തുണ്ടുകളും ആ വീടിൻ്റെ തൊടിയിലും പരിസരവും മുഴുവൻ സ്ഥാനം പിടിച്ചിരുന്നു. പ്രായം തോന്നിയ വെളുത്ത വസ്ത്രം ധരിച്ച കുറച്ചു പേർ നിരത്തിയിട്ട കസേരകളിൽ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. വെള്ളവസ്ത്രത്തിന് മരണവീട്ടിൽ മാത്രം എന്തോ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പതിയെ പന്തലിനുള്ളിലേക്ക് കടന്നു. മരണവീടുകളിൽ മാത്രം കാണപ്പെടുന്ന നനുത്ത കുന്തിരിക്കത്തിൻ്റെ മണം എൻ്റെ മൂക്കിൻ തുമ്പിലെത്തി. പൊതുവെ എനിക്ക് ഈ മണം അത്ര ഇഷ്ടമല്ല. കണ്ണീരിൻ്റെയും വേദനയുടെയും മൂകത നിഴലിച്ചൊരു മണമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ തെല്ലും ഭയം എന്നിൽ നിറയാറുണ്ട്. ഞാൻ അകത്തേക്കൊന്ന് എത്തി നോക്കി. പുസ്തകങ്ങൾ മാത്രം അടുക്കി വെച്ചൊരു മേശയാണ് ആദ്യം എൻ്റെ കണ്ണിലുടക്കിയത്. നിരാശ തളം കെട്ടിയ ഇരുട്ട് നിറഞ്ഞ ഉമ്മറത്ത് നിന്നും ചെറുനിശ്വാസവും വേദന തിന്ന തൊണ്ടയിൽ നിന്നും ഇടറി വീഴുന്ന തേങ്ങലുകളും കേൾക്കുന്നുണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ വീടിൻ്റെ സ്ഥിതിയും ഇതുപോലെ തന്നെ ആവില്ലേ? ആത്മാർത്ഥമായി നെഞ്ചുപൊട്ടിക്കരയാൻ ഒരുപാട് പേരുണ്ടാവുമോ? എൻ്റെ സുഹൃത്തുക്കളും കരയുമോ? ഞാൻ മരിച്ചാൽ സന്തോഷിക്കുന്നവർ ഉണ്ടാവുമോ? ഇല്ലായിരിക്കാം. കൊടുക്കുന്ന സ്നേഹത്തിൽ നഞ്ഞു കലക്കിയിട്ടില്ല എന്നൊരുറപ്പുണ്ട്. എങ്കിലും ആത്മാർത്ഥമായി വേദനിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. തെല്ല് വേദനയോടെ ഞാൻ അകത്തേക്ക് കയറി. മുഖം മാത്രം കാണും വിധം വെളുത്ത തുണി കൊണ്ട് പൊതിഞ്ഞൊരു ശരീരം തറയിലൊരു പായയിൽ കിടത്തിയിട്ടുണ്ട്. ചുറ്റിനുമിരിക്കുന്ന മനുഷ്യരൂപങ്ങൾക്കെല്ലാം ഞരമ്പുകളിലൂടെ ഒഴുകുന്ന രക്തം മരവിച്ച പോലെ എനിക്ക് തോന്നി. കൂട്ടത്തിൽ തലമുടി പാടി നരച്ചൊരു സ്ത്രീ എങ്ങോട്ടെന്നില്ലാതെ നോട്ടം പായിച്ച് മൂകതയോടെ ഇരിക്കുന്നുണ്ട്. അമ്മയാവാം, ഞാൻ ഊഹിച്ചു. ഞാൻ ആ മൃതദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. പ്രതീക്ഷ വറ്റി ഇരുണ്ട നീലനിറ മുഖത്ത് പടർന്നിരിക്കുന്നു. ചുണ്ടുകൾ വിളറി വെളുത്തിട്ടുണ്ട്. പട്ടിണി കൊണ്ടോ ഉറക്കമില്ലായ്മ കൊണ്ടോ എന്നറിയില്ല. കണ്ണുകൾക്ക് ചുറ്റും തഴമ്പ് പോലെ കറുത്തൊരു വലയം ആഗിരണം ചെയ്തിരിക്കുന്നു. അധികം പ്രായമില്ലെങ്കിലും ശരീരഘടന കൊണ്ടും രൂപം കൊണ്ടും പ്രായം തോന്നിക്കുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ അകത്തേക്ക് പോയി. ഇരുൾ നിറഞ്ഞ ആ മുറിയിൽ കട്ടിലിൽ ചേതനയേറ്റ പോലെ 2-3 സ്ത്രീ രൂപങ്ങൾ. ഭാര്യയും മക്കളുമായിരിക്കാം. തണൽ മാഞ്ഞ് തുടർന്ന്